For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യ വീണ്ടും ചർച്ചയാകുന്നു. പണം വാങ്ങി കൃഷ്ണദാസിനൊപ്പം ചേർന്ന കേസ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ശ്രമിച്ചുവെന്നാണ് ജിഷ്ണുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. സുധാകരനെതിരെ കേസെടുക്കണമെന്നാണ് ജിഷ്ണു പ്രണോയിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. വ്യാജ ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയതിൽ കെ സുധാകരന് പങ്കുണ്ടെന്നും അവർ ആരോപിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കെ സുധാകരൻ ഇടപെടുന്നുണ്ട്. കേസ് പിൻവലിക്കാൻ സുധാകരൻ ആവശ്യപ്പെട്ടത് ഗുരുതരമായ തെറ്റാണെന്നും ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞു. നെഹ്റു കോളേജ് ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ വക്കാലത്തുമായി കൃഷ്ണദാസ് മർദ്ദിച്ച ലക്കിടിയിലെ നെഹ്റു കോളേജിലെ മുൻ വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്തിന്റെ വീട്ടിൽ സുധാകരൻ എത്തിയിരുന്നു. ചെർപ്പളശ്ശേരിയിലെ വീട്ടിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സുധാകരനെ തടഞ്ഞുവെക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ രാത്രി 10:30യോടെയാണ് സുധാകരൻ വീടിന് പുറത്തേക്ക് വന്നത്. വീടിന് ചുറ്റും കൂടി നിന്ന മാധ്യമപ്രവർത്തകരോടും വീട് വളഞ്ഞു നിന്നവരോടും ഒത്തുതീർപ്പ് ചർച്ചകൾക്കാണ് വന്നത് എന്ന് കെ സുധാകരൻ സമ്മതിക്കുകയായിരുന്നു. കേസ് ഒത്തുതീർക്കാൻ തന്നെയാണ് വന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, വ്യക്തിപരമായ കാര്യമാണ്. പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കുന്നതിൽ ഒരു രാഷ്ട്രീയ അധാർമികതയുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. പണം കൊടുത്ത് കേസ് ഒതുക്കി തീർക്കാനാണ് സുധാകരൻ എത്തിയത് എന്നാണ് വിവരം. ഈ വിവരം അറിഞ്ഞെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീടിന് പുറത്ത് തടിച്ചുകൂടുകയായിരുന്നു. വീടിന് പുറത്തിറങ്ങിയാൽ തടയുമെന്ന സ്ഥിതിയുള്ളതിനാൽ സുധാകരൻ പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ ഇറക്കിയത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.